ഹായ് ഓൾ, ഏജിയർ എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കവർ ചെയ്യുന്ന ഏരിയാസ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്താണ്, എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ, ദെൻ കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്, അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് കവീറ്റംപ്റ്റ്, ഇത്ര ഏരിയാസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 subsection 3 of the Act, a contract of sale of goods refers to a contract by which the seller transfers or agrees to transfer the ownership of goods to the buyer for a price. അതായത് സെക്ഷൻ 4 സബ്സെക്ഷൻ 3 പ്രകാരം കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റാണ് where the seller transfers or agrees to transfer the ownership of goods to the buyer for a price. സെല്ലർ അവരുടെ കയ്യിലുള്ള ഗുഡ്സ് ബയ്യർക്ക് കൊടുക്കാമെന്ന അഗ്രിമെൻറ്റ് പറയുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യാമെന്ന അഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതിനെയാണ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതിന് റിട്ടേൺ ആയിട്ട് ടു ദ ബയ്യർ ഫോർ എ പ്രൈസ്, ഒരു പെർട്ടിക്കുലർ പ്രൈസിനായിരിക്കും ഗുഡ്സ് കൊടുക്കുന്നുണ്ടാവുക. ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ആർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് എ പ്രൈസ് പെയ്ഡ് ഓർ അഗ്രീഡ് ടു ബി പെയ്ഡ്. അതായത് ഈ കോൺട്രാക്റ്റ് ഓഫ് സെയിലിലെ രണ്ട് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വൽ ഗുഡ്സ് ബയ്യറുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല എങ്കിലും ഓണർഷിപ്പ് എങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയും. ആൻഡ് പ്രൈസ് പെയ്ഡ് ഓർ അഗ്രീഡ് ടു ബി പെയ്ഡ്, അതിന് പകരമായിട്ട് കൊടുക്കാമെന്ന് പറയുന്ന പ്രൈസ് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ്, ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ എസെൻഷ്യൽ ആയിട്ടുള്ള രണ്ട് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുന്നത് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിലെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ ആണ് ടു പാർട്ടീസ് ആർ റിക്വയർഡ് ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ, ദാറ്റ് ഈസ് ബയർ ആൻഡ് സെല്ലർ. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ മെയിനായിട്ടും രണ്ടാൾക്കാർ എന്തായാലും ഉണ്ടാവണം, ദാറ്റ് ഈസ് ബയ്യറും സെല്ലറും. ദെൻ നെക്സ്റ്റ് വൺ ആണ് കോൺട്രാക്റ്റ്. എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ബീയിങ് എ കോൺട്രാക്റ്റ് മസ്റ്റ് ഫുൾഫിൽ ഓൾ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഒരു കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ ആണ് മൂവബിൾ ഗുഡ്സ്. The goods which form the subject matter of the contract of sale is the movable goods. കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ പറയുന്ന ഗുഡ്സ് എന്ന് പറയുന്നപ്പോഴും മൂവബിൾ ഗുഡ്സ് ആണ്. ഇമ്മൂവബിൾ ഗുഡ്സ് ആയ ലാൻഡ്, ബിൽഡിങ്, ഇതൊന്നും കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ വരുന്ന ഗുഡ്സിൽ പെടുന്നില്ല. ഓക്കെ, സോ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ വരുന്ന ഗുഡ്സ് ഈസ് ഓൾവേസ് മൂവബിൾ ഗുഡ്സ്. നെക്സ്റ്റ് വൺ ആണ് ട്രാൻസ്ഫർ ആൻഡ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് from the seller to the buyer is the most important element in contract of sale of goods. അപ്പോൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ ബയ്യറുടെ കയ്യിലേക്ക് സെല്ലറുടെ അടുത്ത് നിന്ന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഗുഡ്സ് ഏതാണോ അത് തന്നെയാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് മാത്രവും ആവാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്രൈസ് മീൻസ് മണി കൺസിഡറേഷൻ ഫോർ ദ സെയിൽ ഓഫ് ഗുഡ്സ് കൊടുക്കുന്നതിന് പകരം കിട്ടുന്ന മണി കൺസിഡറേഷൻ അല്ലെങ്കിൽ പൈസേനെയാണ് ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത്. ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ മണി മസ്റ്റ് ബി പെയ്ഡ് ഓർ പ്രോമിസ്ഡ്. ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ മണി കൊടുത്തിരിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഒരു മണി ട്രാൻസാക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ മണി കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു ട്രാൻസാക്ഷനും ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലായിട്ട് കണക്കുകൂട്ടില്ല. നെക്സ്റ്റ് വൺ ആണ് ഫോർമാലിറ്റീസ്. According to Section 5 of the Sale of Goods Act, contract of sale is made by an offer to buy or sell goods for a price and the acceptance of such an offer. അതായത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് മെയ്ഡ് ബൈ ആൻ ഓഫർ ടു ബൈ ഓർ സെൽ ഗുഡ്സ്. അതായത് ഒരാളൊരു ഓഫർ ചെയ്യുകയാണ്, ഒന്നെങ്കിൽ ഗുഡ്സ് ബൈ ചെയ്യാമെന്ന് അല്ലെങ്കിൽ സെയിൽ നടത്താമെന്ന് ഫോർ എ ഫിക്സഡ് പ്രൈസ്. Okay, and the contract may provide for immediate delivery of the goods or immediate payment of the price or both, or for delivery and payment by installments, or that delivery or payment both shall be postponed. അതായത് ആ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. ഫോർമാലിറ്റീസ് എന്താണ് കോൺട്രാക്റ്റിൽ പറയുന്ന പോലെ പ്രൈസ് കൊടുക്കുന്നു, ഗുഡ്സ് കൈമാറുന്നു അതേ സമയത്ത് തന്നെ ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആവാം, അല്ലെങ്കിൽ മുഴുവനായിട്ടും പിന്നീടാവാം. സോ എന്താണ് കോൺട്രാക്റ്റിൽ പറയുന്ന ഫോർമാലിറ്റീസ് അതിനനുസരിച്ചിട്ടായിരിക്കും കോൺട്രാക്റ്റ് ഓഫ് സെയിൽ നടക്കുക. ആൻഡ് ലാസ്റ്റ് വൺ ആണ് ഫോം. A contract of sale may be in a writing or word of mouth or may be implied from the conduct of the parties. അപ്പം ഏത് ഫോമിലായിരിക്കണം കോൺട്രാക്റ്റ്? റൈറ്റിങ്ങിലാവാം, വേർഡ് ഓഫ് മൗത്ത് ആവാം, ജസ്റ്റ് പറയുന്നത് മാത്രമാവാം, ഇല്ലെങ്കിൽ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും ആവാം. സോ ദീസ് ആർ സം ഓഫ് ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ.
നെക്സ്റ്റ് വണ്ണാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. അതായത് ഏത് ഗുഡ്സ് ആണോ ഈ കോൺട്രാക്റ്റ് ഓഫ് സെയിലിലൂടെ വിൽക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ദി ഗുഡ്സ് വിച്ച് ഫോം സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ക്യാൻ ബി ഓഫ് ദ ഫോളോയിങ് ടൈപ്സ്. ഈ 3 ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ് ആൻഡ് കണ്ടീജൻറ്റ് ഗുഡ്സ്. അതിൽ എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ തന്നെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 3. ദാറ്റ് ഈസ് സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻഡ് ഗുഡ്സ് ആൻഡ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. ഗുഡ്സ് വിച്ച് ആർ ഓൺഡ് ഓർ പൊസസ്ഡ് ബൈ ദ സെല്ലർ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് കോൾഡ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ നടക്കുന്ന സമയത്ത് സെല്ലറുടെ കയ്യിൽ ഉണ്ടാവുന്ന ഗുഡ്സിനെയാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലർ പൊസസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ്, അവരുടെ കയ്യിൽ ആ ടൈമിൽ എക്സിസ്റ്റ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സിസ്റ്റിംഗ് ഗുഡ്സിലെ തന്നെ ക്ലാസിഫിക്കേഷനാണ് സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻഡ് ഗുഡ്സ് ആൻഡ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. സോ സ്പെസിഫിക് ഗുഡ്സ് ആർ ദ ഗുഡ്സ് which are identified and agreed upon at the time when the contract of sale is made. അതായത് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ വസ്തുവിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതാണെന്ന് ഉറപ്പുവരുത്തി അഗ്രി ചെയ്യുന്ന ഗുഡ്സിനെയാണ് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ എക്സ് ഓൺസ് എ നമ്പർ ഓഫ് കൗസ് പ്രോമിസസ് ടു സെൽ വൺ ഓഫ് ദം ടു വൈ. എക്സിൻ്റെ കയ്യിൽ കുറച്ച് പശുക്കളുണ്ട്, അതിൽ ഒരെണ്ണം വൈക്ക് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. The contract is for unspecified goods, but if the cows that are to be sold has been singled out, the contract is specific goods. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ 10 പശുക്കളുണ്ട്, അതിലൊരു പശുവിനെ തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അൺസ്പെസിഫൈഡ് ഗുഡ്സ് ആണ്. അതിൽ എന്താണ് സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ 10 പശുക്കളെ നിർത്തിയിട്ട് എനിക്ക് ഇതിനെയാണ് ഞാൻ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് അസർട്ടൈൻഡ് ഗുഡ്സ്. These are goods which are identified by the parties subsequent to the information of the contract of sale. The identification takes place at a later date. അതായത് കോൺട്രാക്റ്റ് പറയുന്ന സമയത്ത്, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ആ ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, പിന്നീട് ഒരു ടൈമിലാണ് ലേറ്റർ ഡേറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു റൈസ് ഡീലർ അഗ്രീസ് ടു സപ്ലൈ 1 bag of rice ഫ്രം ഗോഡൗൺ ടു ദ ബയർ. ഗോഡൗണിലുള്ള കുറേ ചാക്ക് അരികളിൽ നിന്ന് ഒരു ചാക്ക് അരി തരാമെന്ന് പറയുന്നു. ആ അരി വാങ്ങുന്ന സമയത്ത് മാത്രം അയാൾ സെലക്ട് ചെയ്ത് ഒരു ചാക്ക് അരി എടുക്കുന്നു. അതിനെയാണ് അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ദീസ് ആർ ഗുഡ്സ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് ഓർ അഗ്രീഡ് അറ്റ് ദ ടൈം വെൻ ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ നടക്കുന്ന സമയത്ത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഗുഡ്സിനെയാണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഫ്യൂച്ചർ ഗുഡ്സ്. ദീസ് ആർ ഗുഡ്സ് വിച്ച് ആർ ടു ബി മാനുഫാക്ചേർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ അക്വയർഡ് ബൈ ദ സെല്ലർ ആഫ്റ്റർ ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. അതായത് കോൺട്രാക്റ്റ് നടന്നതിന് ശേഷം മാത്രം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗുഡ്സ് കയ്യിലെത്തുകയോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സിനെയാണ് എന്ത് പറയുക, ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓർഡർ ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സൊക്കെ ഉണ്ടാവുമല്ലോ, സോ അങ്ങനെയുള്ള ഗുഡ്സിനെയൊക്കെയാണ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കണ്ടീജൻറ്റ് ഗുഡ്സ്. കണ്ടീജൻറ്റ് ഗുഡ്സ് ആർ എ ടൈപ്പ് ഓഫ് future goods, the acquisition of which by the seller depends upon the contingency which may or may not happen. കണ്ടീജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ് ആണ്. പക്ഷേ ചില കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കാം ആ ഗുഡ്സ് എന്താണ് ഫ്യൂച്ചറിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് കണ്ടീജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇതാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ വരുന്ന സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്ന ഗുഡ്സ് ആണ്. ആ ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ രീതിയിലൊക്കെയാണ്. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് സെയിൽ ആൻഡ് അഗ്രിമെൻറ്റ് ടു സെൽ. ഈ രണ്ടെണ്ണത്തിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. എന്താണ് സെയിൽ, അതുപോലെ തന്നെ അഗ്രിമെൻറ്റ് ടു സെൽ. ഇത് രണ്ടും ആക്ച്വലി ഒന്നല്ല, ചെറിയ ഡിഫറൻസ് ഉണ്ട്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്, അതാണ് നമ്മളിനി നോക്കുന്നത്. സെയിൽ വേർ അണ്ടർ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു എ ബയർ. ദ കോൺട്രാക്റ്റ് ഈസ് കോൾഡ് എ സെയിൽ. അതായത് ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗുഡ്സ് സെല്ലറുടെ അടുത്ത് നിന്ന് ബയറുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സെയിൽ എന്ന് പറയുന്നത്. അഗ്രിമെൻറ്റ് ടു സെൽ വേർ ദ ട്രാൻസ്ഫർ ഓഫ് ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഈസ് ടു ബി ടേക്ക് പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ടൈം ഓർ സബ്ജക്റ്റ് ടു സം കണ്ടീഷൻസ് ദെയർ ആഫ്റ്റർ ടു ബി ഫുൾഫിൽഡ്. ദ കോൺട്രാക്റ്റ് ഈസ് കോൾഡ് ആൻ എഗ്രിമെൻറ്റ് ടു സെൽ. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഗുഡ്സ് ആ ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യാതെ ഫ്യൂച്ചറിൽ ഏതെങ്കിലും കണ്ടീഷൻസ് ബേസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനെയാണ് എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. അപ്പോൾ സെയിലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കീ പോയിൻ്റ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഇമ്മീഡിയറ്റ്ലി. അതായത് ആ സെയിൽ നടക്കുന്ന സമയത്ത് തന്നെ ഓണർഷിപ്പും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്.
But in the case of agreement to sell, ownership will be transferred later or after a condition is fulfilled. പിന്നീടോ അല്ലെങ്കിൽ പിന്നീട് ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷനെയാണ് എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. സോ നമുക്ക് അതിൻ്റെ ഡിഫറൻസസ് നോക്കാം. ഡിഫറൻസസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ. മീനിങ് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫർ ഫ്രം സെല്ലർ ടു ബയർ ഇമ്മീഡിയറ്റ്ലി സെയിലിൻ്റെ കേസിൽ. ആൻഡ് എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ഫ്യൂച്ചർ ടൈമിൽ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഓർ ഓൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് എ കണ്ടീഷൻ ശേഷം മാത്രം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്, സെയിൽ എന്ന് പറയുന്ന എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണ്. എഗ്രിമെൻറ്റ് ടു സെൽ ഈസ് എൻ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു പെർഫോം ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ആണ്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ കേസിൽ ആ കോൺട്രാക്റ്റ് നടക്കുന്ന സമയത്ത് തന്നെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടക്കുന്നുണ്ട്. ബട്ട് എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ലേറ്റർ ടൈമിലാണ് നടക്കുന്നത്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് റിസ്ക് ഓഫ് ലോസ്, ആ ഗുഡ്സിൻ്റെ റിസ്ക് അല്ലെങ്കിൽ ഗുഡ്സ് നഷ്ടപ്പെടാനുള്ള റിസ്ക് ഇമ്മീഡിയറ്റ്ലി ബയറുടെ അടുത്തേക്ക് സെല്ലർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ബട്ട് എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ഓണർഷിപ്പ് എപ്പോഴാണോ പാസ് ചെയ്യുന്നത് അപ്പോൾ മാത്രമാണ് റിസ്ക് ഓഫ് ലോസും ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് റെമഡീസ് ഫോർ ബ്രീച്ച്. അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റെമഡി എന്ന് പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് സെയിൽ, സെല്ലർ ക്യാൻ സ്യൂ ഫോർ ദ പ്രൈസ്, ബയർ ക്യാൻ സ്യൂ ഫോർ ഡെലിവറി ഓഫ് ഗുഡ്സ്. ബയറുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ സെല്ലർക്ക് കൊടുത്തിരിക്കുന്ന പ്രൈസ് തിരിച്ചു കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കാം. ദെൻ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ബയർ ക്യാൻ സ്യൂ ഫോർ ഡെലിവറി ഓഫ് ഗുഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് സ്യൂ ചെയ്യാം. എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ഓൺലി ഡാമേജസ് ക്യാൻ ബി ക്ലെയിംഡ് ബൈ ഏതർ പാർട്ടി. രണ്ട് പാർട്ടീസിനും ഡാമേജസ് മാത്രമേ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. സോ ദീസ് ആർ സം ഓഫ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ. നെക്സ്റ്റ് വൺ ആണ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്. കണ്ടീഷൻസ് എന്താണ്, വാറണ്ടീസ് എന്താണ്? എ കണ്ടീഷൻ ഈസ് എ സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്റ്റ്. ഇഫ് എ കണ്ടീഷൻ ഈസ് ബ്രീച്ച്ഡ്, ദ അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ റിപ്യൂഡിയേറ്റ് ഓർ ക്യാൻസൽ ദ കോൺട്രാക്ട് ആൻഡ് ക്ലെയിം ഡാമേജസ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ മെയിൻ പർപ്പസ് ഓഫ് കോൺട്രാക്റ്റിനെയാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. സോ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടീഷൻസ് ബ്രീച്ച് ആയിട്ടുണ്ടെങ്കിൽ ആർക്കാണോ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം, അതുപോലെ തന്നെ ഡാമേജസ് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് വാറണ്ടീസ്, ഇറ്റ് ഈസ് എ സ്റ്റിപ്പുലേഷൻ കൊളാട്രൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്. If a warranty is breached, the aggrieved party can claim damages only but cannot cancel the contract. വാറണ്ടീസ് എന്ന് പറയുന്നത് മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്റ്റ് അല്ല, അതിന് കൊളാട്രലായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യം മാത്രമാണ്. അപ്പം വാറണ്ടി ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി മാത്രമേ സാധിക്കുള്ളൂ, ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ നമുക്ക് അതിൻ്റെ ഡിഫറൻസസ് നോക്കാം. ഫസ്റ്റ് വൺ ഡെഫിനിഷനാണ് കണ്ടീഷൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടേം ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ മെയിൻ പർപ്പസ് ബേസ് ചെയ്തിരിക്കുന്നതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് വാറണ്ടി കൊളാട്രൽ ടേം ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ മെയിൻ പർപ്പസിന് കൊളാട്രലായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യം മാത്രമാണ് വാറണ്ടി. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഇമ്പോർട്ടൻസ്, കണ്ടീഷൻസ് ആർ മെയിൻ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. വാറണ്ടി സെക്കൻഡറി ഇമ്പോർട്ടൻസ് മാത്രമാണ്, നോട്ട് സെൻട്രൽ ടു ദ കോൺട്രാക്ട്. ഓൺ ദ ബേസിസ് ഓഫ് എഫക്റ്റ് ഓഫ് ബ്രീച്ച്, കണ്ടീഷൻസ് ബ്രീച്ച് ആയിട്ടുണ്ടെങ്കിൽ ബയർ ക്യാൻ ക്യാൻസൽ ദ കോൺട്രാക്ട് പ്ലസ് ക്ലെയിം ഡാമേജസ്. വാറണ്ടിയുടെ കേസിലാണെങ്കിൽ ദ കനോട്ട് ക്യാൻസൽ ദ കോൺട്രാക്ട് ബട്ട് ക്യാൻ ക്ലെയിം ഡാമേജസ്. ഡാമേജസ് ക്ലെയിം ചെയ്യാം, കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓൺ ദ ബേസിസ് ഓഫ് റൈറ്റ് ടു റിജക്റ്റ് ഗുഡ്സ്, കണ്ടീഷൻസിൻ്റെ കേസിൽ ബ്രീച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗുഡ്സ് റിജക്റ്റ് ചെയ്യാം, പക്ഷേ വാറണ്ടിയുടെ കേസിൽ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓൺ ദ ബേസിസ് ഓഫ് കൺവേർഷൻ, എ കണ്ടീഷൻ ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ വാറണ്ടി ബൈ ദ ബയർ. അതായത് ഒരു കണ്ടീഷൻസ് വേണമെങ്കിൽ ഒരു വാറണ്ടി ആയിട്ട് ബയ്യർക്ക് ചൂസ് ചെയ്യാം. ബയ്യർക്ക് ഏതർ അതിനെ ഒരു കണ്ടീഷനായിട്ടോ വാറണ്ടി ആയിട്ടോ ചൂസ് ചെയ്യാം. ബട്ട് വാറണ്ടി കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ കണ്ടീഷൻ. വാറണ്ടി ഒരിക്കലും ഒരു കണ്ടീഷനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ കണ്ടീഷൻസിൻ്റെ കേസിൽ ബൈയിങ് എ കാർ ആൻഡ് ഫൈൻഡിങ് ഔട്ട് ഇറ്റ് ഹാസ് നോ എൻജിൻ. അതായത് ഒരു കാറ് വാങ്ങി പക്ഷെ അതിന് എൻജിൻ ഇല്ല എന്ന് കാണുന്നു. അപ്പം ഒരു കാറിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് എൻജിൻ എന്നുള്ളത്. സോ അത് കണ്ടീഷൻസിൻ്റെ കേസിൽ വരും. സോ അവർക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റോടെ വേണ്ടാന്ന് വെക്കാം, അതുപോലെ തന്നെ ഡാമേജസ് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. ആൻഡ് വാറണ്ടിയുടെ കേസിൽ ബൈയിങ് എ കാർ ആൻഡ് ഫൈൻഡിങ് ഔട്ട് ദാറ്റ് ദ സ്റ്റീരിയോ ഈസ് നോട്ട് വർക്കിംഗ്. അതായത് കാർ വാങ്ങി, കാറിൻ്റെ എഞ്ചിനും കാറിൻ്റെ ഫംഗ്ഷൻ എന്താണോ അത് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റീരിയോ ഈസ് നോട്ട് വർക്കിംഗ്. അത് മെയിൻ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ട് തന്നെ അതിന് വാറണ്ടി ആയിട്ട് കണക്കൂട്ടാം. സോ അത് ഒന്നെങ്കിൽ അവർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിന് ഡാമേജസ് ക്ലെയിം ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ
ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ ആ കോൺട്രാക്റ്റിലെ മെയിൻ പേർപ്പസ് അല്ലെങ്കിൽ ആ ഗുഡ്സിൻ്റെ മെയിനായിട്ടുള്ള യൂസ് എന്തിനു വേണ്ടിയിട്ടാണോ അത് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ ആ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ പറയുന്ന ഗുഡ്സിന് മെയിൻ പേർപ്പസിൻ്റെയോട് കൂടെ നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, മെയിനായിട്ടുള്ള സെൻട്രൽ പേർപ്പസ് അല്ലാത്ത, അതിനെയാണ് വാറണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഡോക്ട്രിൻ ഓഫ് കവീറ്റംപ്റ്റർ. നമുക്ക് കവീറ്റംപ്റ്റർ എന്നൊരു ടേം പഠിക്കാനുണ്ട്. സോ കവീറ്റംപ്റ്റർ ഈസ് എ ലാറ്റിൻ ടേം മീനിങ് ലെറ്റ് ദ ബയർ ബിവെയർ. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ വരുന്ന ഒരു ഡോക്ട്രിനാണ് ഡോക്ട്രിൻ ഓഫ് കവീറ്റംപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ കവീറ്റംപ്റ്റർ എന്ന പേര് ഒരു ലാറ്റിൻ ടേം ആണ്. അതിൻ്റെ മീനിങ് ലെറ്റ് ദ ബയർ ബിവെയർ. അതായത് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പം ബയർ എപ്പോഴും ബിവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ ബയർ എപ്പോഴും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അവെയർ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് മീൻസ് ദ ബയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ചെക്കിംഗ് ദ ക്വാളിറ്റി, suitability ആൻഡ് ഫിറ്റ്നസ് ഓഫ് ഗുഡ്സ് ബിഫോർ ബൈയിങ് ദം. അതിൻ്റെ മീനിങ് എന്താണ്? ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ബയർ എപ്പോഴും എന്ത് റെസ്പോൺസിബിൾ ആയിരിക്കണം? അവർ ക്വാളിറ്റി ചെക്ക് ചെയ്യണം, അതിൻ്റെ suitability ചെക്ക് ചെയ്യണം, ഗുഡ്സിൻ്റെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യണം ബിഫോർ ബൈയിങ് ദം. ദ സെല്ലർ ഈസ് നോട്ട് ബൗണ്ട് ടു ഡിസ്ക്ലോസ് എവറി ഡിഫക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡിഫക്റ്റും സെല്ലർ തന്നെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള, ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡിഫക്റ്റും ഒരിക്കലും സെല്ലറല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, ബയ്യറുടെയും കൂടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാം ചെക്ക് ചെയ്തിട്ട് വാങ്ങുക എന്നുള്ളത്. അതിനെ പറയുന്നതാണ് ഡോക്ട്രിൻ ഓഫ് കവീറ്റംപ്റ്റർ എന്ന് പറയുന്നത്. സോ ഒരു ഗുഡ്സിന് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെന്തെങ്കിലും പ്രൊഡക്റ്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബയ്യറുടെ തന്നെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ബയ്യർ ബിവെയർ ആവാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഈ കവീറ്റംപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 16 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് സേസ് സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് and of any other law for the time being in force, there is no implied warranty or condition as to the quality or fitness of goods for any particular purpose. അതായത് സെക്ഷൻ 16 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പറയുന്നത് ഈ ആക്ട് പ്രകാരം ഒരിക്കലും ഗുഡ്സിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ കണ്ടീഷൻസ് ഒരിക്കലും ഒരു വാറണ്ടിയോ കണ്ടീഷൻസിലോ അണ്ടറിൽ വരുന്നതല്ല. അതായത് എപ്പോഴും ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബയർ ബിവെയർ ആയിരിക്കണമെന്നാണ് ഡോക്ട്രിൻ ഓഫ് കവീറ്റംപ്റ്റർ പറയുന്നത്. ദെൻ ഇതിൻ്റെ മെയിനായിട്ടുള്ള എസൻസ് എന്ന് പറയുന്നത് ദ ബയർ മസ്റ്റ് എക്സാമിൻ ഗുഡ്സ് ആൻഡ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് ബിഫോർ പർച്ചേസ്. വാങ്ങുന്നതിന് മുന്നേ ബയർ ആ ഗുഡ്സ് എക്സാമിൻ ചെയ്ത് അവർ സാറ്റിസ്ഫൈ ആയിരിക്കണം. ആൻഡ് ദ സെല്ലേഴ്സ് ഡ്യൂട്ടി ഈസ് ലിമിറ്റഡ് അൺലെസ് ദർ ഈസ് ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഓർ ഇംപ്ലൈഡ് കണ്ടീഷൻ ഓർ വാറണ്ടി. അതായത് സെല്ലറുടെ ഡ്യൂട്ടി ലിമിറ്റഡ് ആണ്. അവിടെ ഏതെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റിയോ മിസ്റെപ്രസെൻറ്റേഷനോ അല്ലെങ്കിൽ ഒരു ഇംപ്ലൈഡ് കണ്ടീഷനോ ഓർ വാറണ്ടിയോ ഒന്നും ഇല്ലെങ്കിൽ ഒരിക്കലും അതൊരു സെല്ലറുടെ ഡ്യൂട്ടി ആവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കേണ്ടത് ബയ്യറുടെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, ഒരു ഫ്രോഡ് ആക്ടിവിറ്റിയോ മിസ്റെപ്രസെൻറ്റേഷനോ ഒക്കെ നടന്നെങ്കിൽ അത് സെല്ലറുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ സെല്ലറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ബട്ട് അല്ലാതെ ഒരു ഗുഡ്സ് നോർമലി പർച്ചേസ് ചെയ്യുമ്പോൾ അത് എക്സാമിൻ ചെയ്യേണ്ടതെല്ലാം ബയ്യറുടെ ഡ്യൂട്ടിയാണ്. ദെൻ നെക്സ്റ്റ് സം ഓഫ് ദി എക്സെപ്ഷൻസ് ഓഫ് ഡോക്ട്രിൻ ഓഫ് കവീറ്റംപ്റ്റർ. ഡോക്ട്രിൻ ഓഫ് കവീറ്റംപ്റ്റർ നമ്മൾ പറഞ്ഞു ബയ്യർക്കാണ് എല്ലാ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നു. പക്ഷേ ചില കേസിൽ ചില എക്സെപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ എക്സെപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഫിറ്റ്നസ് ഫോർ പെർട്ടിക്കുലർ പേർപ്പസ്. അതായത് ഒരു ഗുഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇഫ് ദ ബയർ സ്പെസിഫൈസ് ദ പേർപ്പസ് ആൻഡ് റിലൈസ് ഓൺ ദ സെല്ലേഴ്സ് സ്കിൽ ജഡ്ജ്മെൻറ്റ്, ഗുഡ്സ് മസ്റ്റ് സ്വീറ്റ് ദ പേർപ്പസ്. അതായത് കറക്റ്റായിട്ട് ബയർ പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഗുഡ്സ് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, എന്നാൽ വിൽക്കുന്ന സെല്ലർക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ട്. ഇൻ ദാറ്റ് കേസ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ബയ്യർക്കല്ല. നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ബയ്യർ പറഞ്ഞു എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഗുഡ്സ് വേണ്ടത്. സോ ഇൻ ദാറ്റ് കേസ് സെല്ലർ അതിന് വേണ്ടിയിട്ടുള്ള പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് കൊടുക്കാൻ ഉത്തരവാദിത്വം സെല്ലർക്ക് തന്നെയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ആസ്കിങ് ഫോർ ട്രെക്കിംഗ് ഷൂസ് മസ്റ്റ് ബി ഫിറ്റ് ഫോർ ട്രെക്കിംഗ്. ഒരു ട്രെക്കിംഗ് ഷൂ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു ബയ്യർക്ക് സെല്ലർ എപ്പോഴും ഒരു ട്രെക്കിംഗ് ഷൂ തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് മെർക്കൻഡബിൾ ക്വാളിറ്റി. ഗുഡ്സ് ബോട്ട് by description from the dealer must be saleable or acceptable quality. അതായത് ഗുഡ്സ് ഡിസ്ക്രിപ്ഷൻ നോക്കി വാങ്ങി ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ബേസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് തന്നെ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ബൈയിങ് റൈസ് ഷുഡ് ബി ഫിറ്റ് ഫോർ ഈറ്റിംഗ്. ഒരു അരി വാങ്ങുകയാണെങ്കിൽ അത് ഫുഡ് കഴിക്കാൻ പാകത്തിലുള്ള അരി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ചാക്ക് അരി വാങ്ങുമ്പോൾ അതൊരിക്കലും പഴകിയ അരി ആവരുത്. നെക്സ്റ്റ് വണ്ണാണ് സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ. ഗുഡ്സ് മസ്റ്റ് മാച്ച് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ. ഒരു ഗുഡ്സിന് കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് മാച്ച് ചെയ്ത ഗുഡ്സ് തന്നെ ആയിരിക്കണം കൊടുക്കുന്നുണ്ടാവുക. എക്സാമ്പിൾ ഓർഡറിങ് എ സിൽക്ക് സാരി. ഒരു സിൽക്ക് സാരി ഓർഡർ ചെയ്യുന്നു, ആ ഗുഡ്സ് ആ സാരിയുടെ പുറത്ത് സിൽക്ക് സാരി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ തുറന്നു നോക്കുമ്പോൾ അത് സിൽക്ക് അല്ലാത്ത സിറ്റുവേഷൻസ്. ഓക്കെ, ഇവിടെയൊന്നും ഒരിക്കലും ബയ്യറുടെ മിസ്റ്റേക്ക് അല്ല. നെക്സ്റ്റ് വൺ ആണ് സെയിൽ ബൈ സാമ്പിൾ. ബൾക്ക് മസ്റ്റ് മാച്ച് ദ ക്വാളിറ്റി ഓഫ് സാമ്പിൾ ഷോൺ. അതായത് ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ
സെല്ലർ ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സാമ്പിളിനെ മാച്ച് ചെയ്തായിരിക്കണം ആ ബൾക്ക് പ്രൊഡക്ട്സ് മുഴുവൻ. അല്ലാതെ ബയ്യർക്ക് അത് മുഴുവൻ ഇരുന്ന് എക്സാമിൻ ചെയ്യാൻ ചിലപ്പം പറ്റിയെന്നുണ്ടാവില്ല. നെക്സ്റ്റ് വൺ ആണ് യൂസേജ് ഓഫ് ട്രേഡ്. ഇംപ്ലൈഡ് കണ്ടീഷൻ ഓർ വാറണ്ടീസ് ബേസ്ഡ് ഓൺ ട്രേഡ് കസ്റ്റംസ്. ട്രേഡ് കസ്റ്റംസ് ബേസ് ചെയ്തിട്ടായിരിക്കണം ഇംപ്ലൈഡ് കണ്ടീഷൻസും വാറണ്ടീസും ഉണ്ടാകേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇൻ ഡയറി ട്രേഡ് മിൽക്ക് മസ്റ്റ് ബി ഫ്രഷ്. ഒരു ഡയറി ട്രേഡാണ് നടക്കുന്നതെങ്കിൽ ആ മിൽക്ക് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് കൺസെൻറ്റ് ഒബ്റ്റെയിൻഡ് ബൈ ഫ്രോഡ് ഓർ മിസ്റെപ്രസെൻറ്റേഷൻ. അതായത് സെല്ലർ ഡിഫെക്ട്സ് ഉണ്ടായിട്ടും അത് മറച്ചു വെക്കുക അല്ലെങ്കിൽ ഫാൾസ് ഇൻഫർമേഷനിലൂടെയോ ഗുഡ്സ് കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ബയ്യറുടെ ഉത്തരവാദിത്വമല്ല. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ സെല്ലർക്ക് തന്നെയാണ്. ഓക്കെ, അതായത് ഒരു കാറ് കൊടുക്കുമ്പം അതിലെന്തെങ്കിലും ഡാമേജസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോറൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പെയിൻ്റ് അടിച്ചത് മറച്ചു കൊടുക്കുന്ന സിറ്റുവേഷൻസൊക്കെയാണ് ഫ്രോഡ് അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ നടത്തി ഗുഡ്സ് വിൽക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊന്നും ഈ ഡോക്ട്രിൻ ഓഫ് കെവിറ്റംപ്റ്റർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ഇവിടെ ബയ്യർ ബിവെയർ ആയാൽ കൂടെ ഇവിടെ സെല്ലറുടെ റെസ്പോൺസിബിലിറ്റീസാണ് വരുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദ എക്സെപ്ഷൻസ് ഓഫ് ഡോക്ട്രിൻ ഓഫ് കെവിറ്റംപ്റ്റർ. സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, അതുപോലെ തന്നെ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്, സെയിലും എഗ്രിമെൻറ്റ് ടു സെല്ലും തമ്മിലുള്ള ഡിഫറൻസസ്, അതുപോലെ തന്നെ കണ്ടീഷൻസും വാറണ്ടീസും തമ്മിലുള്ള ഡിഫറൻസസ്, ഡോക്ട്രിൻ ഓഫ് കെവിറ്റംപ്റ്റർ, എക്സെപ്ഷൻസ് ടു ദ ഡോക്ട്രിൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്